ഫലസ്തീനികളെ ഗസയിൽ നിന്ന് പുറത്താക്കാൻ സൂത്രപ്പണിയുമായി അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പറയുന്നത് തകർന്ന് തരിപ്പണമായി കിടക്കുന്ന ഗസയിൽ നിന്നും ജനതയെ അവിടെ നിന്ന് ഈജിപ്തിലേക്കോ ജോർദാനിലേക്കോ മാറ്റാൻ ശ്രമിക്കുമെന്നാണ്. ജോർദാൻ രാജാവുമായും ഈജിപ്ഷ്യൻ പ്രസിഡന്റുമായും ട്രംപ് സംസാരിച്ചു കഴിഞ്ഞുവെന്നാണ് റിപ്പോർട്ട്. എന്നാൽ ജോർദാനും ഈജിപ്തും ഇതിന് തയ്യാറാവില്ല എന്നാണ് റിപ്പോർട്ട്. ട്രംപ് പറയുന്നത് തകർന്ന് തരിപ്പണമായി കിടക്കുന്ന ഗസ പുതുക്കിപ്പണിയുന്നതിന് മറ്റ് ഉദ്ദേശങ്ങൾ ഉണ്ടെന്നാണ്. ഇസ്രയേലിലെ മുൻ മന്ത്രിയായ ബെൻഗവീർ, സ്മോട്രിച്ച് പോലെയുള്ളവർ യുദ്ധത്തിന്റെ ആരംഭത്തിൽ തന്നെ ഇവരെ ഗസയിൽ നിന്നും നാട് കടത്തണമെന്ന് ആവശ്യപ്പെട്ടിരുന്നു. ട്രംപ് പറയുന്നത് ചുറ്റുപാടുമുള്ള അറബ് രാജ്യങ്ങൾ ഇവരെ സെറ്റിൽ ചെയ്യാൻ സഹായിക്കണം എന്നാണ്. അനധികൃതമായി ഇസ്രയേൽ തുടർന്നു വരുന്ന സെറ്റിൽമെന്റുകളെ സഹായിക്കുന്ന നയമാണ് ഡൊണാൾഡ് ട്രംപ് തുടർന്നു വരുന്നത്. ഗസയിലുള്ള 1.5 മില്യൺ ജനങ്ങൾക്ക് പാർപ്പിടവും ജീവിക്കാനുള്ള സാഹചര്യവും ഉണ്ടാക്കാൻ മറ്റ് അറബ് രാജ്യങ്ങൾ സഹായം ആവശ്യമാണെന്ന് ട്രംപ് പറഞ്ഞു. 75 വർഷങ്ങളായി അതിക്രമവും അടിച്ചമർത്തലുമായി കഴിയുന്ന ഒരു ജനതയ്ക്ക് നേരെയാണ് ട്രംപിന്റെ ഒഴിപ്പിക്കൽ നിർദ്ദേശം. ഡൊണാൾഡ് ട്രംപിന്റെ നിർദ്ദേശത്തോടെ ഹമാസ് ശക്തമായി പ്രതികരിച്ചു കഴിഞ്ഞു. ബലപ്രയോഗത്തിലൂടെ പലസ്തീനികളെ ഗസയിൽ നിന്ന് പുറത്താക്കാൻ തങ്ങൾ അനുവദിക്കില്ലെന്ന് ഹമാസ് പറഞ്ഞു. സ്വന്തം മണ്ണ് ആർക്കും വിട്ടു നൽകാനും തങ്ങൾ തയ്യാറല്ലെന്ന് ഹമാസ് പ്രഖ്യാപിച്ചു കഴിഞ്ഞു. ട്രംപിന്റെ നിർദ്ദേശം പലസ്തീനികളുടെ നിലനിൽപ്പിനെ തന്നെ തകർക്കാനുള്ള പദ്ധതിയാണെന്ന് ഹമാസ് പറഞ്ഞു. തങ്ങളെ ഗസയിൽ നിന്ന് മാറ്റിപ്പാർപ്പിക്കാനോ പുതിയ രാജ്യം തങ്ങൾക്കായി സൃഷ്ടിക്കാനോ ശ്രമിക്കുന്ന ഏത് നീക്കത്തെയും ചെറുക്കുമെന്ന് ഹമാസ് പറഞ്ഞു. യുദ്ധക്കുറ്റങ്ങളെ പ്രോത്സാഹിപ്പിക്കുന്ന നടപടിയാണ് ഇതെന്ന് ഇസ്ലാമിക് ജിഹാദും പറഞ്ഞു. ഇത് മനുഷ്യത്വത്തിനെതിരെയുള്ള ഗൂഢകൃത്യമാണെന്നും മനുഷ്യാവകാശങ്ങളുടെ ലംഘനമാണെന്നും ഇസ്ലാമിക് ജിഹാദ് പറഞ്ഞു. ഈ പദ്ധതി തങ്ങൾക്ക് നേരെയുള്ള കടന്നുകയറ്റവും പ്രദേശത്തെ സ്ഥിരതയെ നശിപ്പിക്കാനുള്ള ശ്രമവുമാണെന്ന് അറബ് രാജ്യങ്ങൾ കരുതുന്നു. ഗസയിൽ നിന്നും പലസ്തീനികളെ പുറന്തള്ളി അവിടെ ഇസ്രയേലി സെറ്റിൽമെന്റിനെ താമസിക്കാനാകും ട്രംപിന്റെ ഗൂഢതന്ത്രം. എന്നാൽ ട്രംപിന്റെ ഈ നിർദ്ദേശം പലസ്തീനികളോ മറ്റ് അറബ് രാജ്യങ്ങളോ അംഗീകരിക്കാൻ പോകുന്നില്ല എന്ന് ഉറപ്പാണ്.